പൗരത്വ പട്ടികയെ പേടിച്ചുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകൻ ബംഗാളിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആത്മഹത്യ ചെയ്തത് നിബാഷ് സർക്കാരാണ്. ആരാണ് നിബാഷ് സർക്കാർ? 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രചരണായുധമായിരുന്നു നിബാഷ് സർക്കാർ. ഹനുമാൻ വേഷം കെട്ടി ശക്തമായിട്ടുള്ള ഒരു ശക്തി തന്നെയായിരുന്നു ബി.ജെ.പിക്ക് പ്രചരണത്തിൽ നിബാഷ് സർക്കാർ നൽകിയിരുന്നത്. വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു. ദേശീയ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് മാധ്യമ ശ്രദ്ധ ലഭിച്ച ഒരാളാണ് നിബാഷ് സർക്കാർ. ചിലപ്പോൾ നമ്മളൊക്കെ കണ്ടു കാണും ഒരു ഹനുമാൻ വേഷം കെട്ടിയിട്ടുള്ള ഒരാൾ ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നതൊക്കെ. അങ്ങനെയുള്ള ഒരാളാണ് നിബാഷ് സർക്കാർ. പക്ഷേ നിബാഷ് സർക്കാർ ഇന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ടുള്ള ദീപക് റോയ് പറയുന്നത് ഇങ്ങനെയാണ്. ദീപക് റോയ് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൗരത്വ ബില്ലാണ്. പൗരത്വ ബില്ലിൽ, അതായത് പട്ടികക്ക് പുറത്തുപോയ 12 ലക്ഷം ബംഗാളി ഹിന്ദുക്കളിൽ ഒരാളാണ് നിബാഷ് സർക്കാർ. നിബാഷ് സർക്കാർ താൻ പട്ടികക്ക് പുറത്തായതിന്റെ പേരിൽ മനം നൊന്നുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് കടന്നുപോയത്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യം ആ വാർത്ത കേട്ടത് വളരെ വിഷമത്തോടെ തന്നെയായിരിക്കും. പക്ഷേ എന്നിട്ടും ബി.ജെ.പിക്ക് ഒരു കുലുക്കവുമില്ല. അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ഹിന്ദുവിനും സിഖുകാരനും ക്രിസ്ത്യാനിക്കും അതുപോലെ തന്നെ ജൈനമതക്കാരനും ബുദ്ധിസ്റ്റിനുമൊക്കെ ഈ രാജ്യത്ത് സംരക്ഷണം ഉണ്ടാകും. അതായത് പട്ടികക്ക് പുറത്തായവർക്ക്. മുസ്ലിങ്ങൾക്ക് മാത്രം സംരക്ഷണം ഉണ്ടാകില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ആ വാഗ്ദാനങ്ങളിൽ പോലും അദ്ദേഹം വിശ്വാസം കൊണ്ടില്ല എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. അതായത് നിബാഷ് സർക്കാരിന് വലിയൊരു വാഗ്ദാനം തന്നെയായിരുന്നു നിബാഷ് സർക്കാർ അടങ്ങുന്ന ഹിന്ദുക്കൾക്ക്, പട്ടികക്ക് പുറത്തുള്ള ഹിന്ദുക്കൾക്ക് അമിത്ഷാ നൽകിയ ഒരു ഉറപ്പ്. പക്ഷേ ആ ഉറപ്പിൽ അദ്ദേഹം വിശ്വസിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ വിഷയത്തിൽ അവിടെയുള്ള ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അവിടെയുള്ള മൊത്തം ആളുകൾ ഈ കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. അതായത് പലപ്പോഴായി നിബാഷ് പറയുമായിരുന്നു, ഞാൻ പട്ടികക്ക് പുറത്തായി, എന്നോട് രാജ്യം കടന്നു പോകാൻ വേണ്ടി ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ എന്നെ ജയിലിൽ അടക്കാൻ വേണ്ടി പറയുമോ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് നിബാഷ് പലപ്പോഴായി പറയുമെന്ന് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിട്ടുള്ള ദീപക് റോയ് പറയുന്നു. ഇനിയെങ്കിലും ബി.ജെ.പി. തിരിച്ചറിയുക. നിങ്ങളുടെ കൂടെയുള്ളവർ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ പറയുന്നതിലൊന്നും സത്യമില്ല, അതൊക്കെ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. 12 ലക്ഷത്തോളം വരുന്ന ഹിന്ദുക്കളിൽ, അതായത് ബംഗാളി ഹിന്ദുക്കളിൽ ഒരാളായ നിബാഷ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പൗരത്വ ബില്ല് നിങ്ങൾക്ക് മുന്നിൽ തന്നെ വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.